ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുരയാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ കാസർഗോഡാട്ടോ. കാസർഗോഡ് ഒറ്റത്തൂണിൽ 6 വരിപ്പാതയല്ലേ അവിടെ നിൽക്കുന്നത്. നമ്മുടെ ഊരാളുങ്ങളുടെ റീച്ചാണിത്, തലപ്പാടി മുതൽ ചെങ്ങള വരെ. അപ്പോൾ ഇവിടെ ബസ് സ്റ്റോപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വന്നതാണ്. കാരണം നമ്മൾ മലപ്പുറം ജില്ലയിലെ ബസ് സ്റ്റോപ്പ് കണ്ടു, അതുപോലെ തന്നെ കോഴിക്കോട് റീച്ചിലെ ബസ് സ്റ്റോപ്പ് കണ്ടു, ബൈപ്പാസിൽ വന്നത്. ഇപ്പോൾ നമ്മൾ ഉള്ളത് കാസർഗോഡ് ബസ് സ്റ്റോപ്പ് ഒരു വ്യത്യസ്തമായ ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾ, ഇതാണ് ബസ് സ്റ്റോപ്പ് കേട്ടോ. വളരെ വ്യത്യസ്തമല്ലേ, നമ്മൾ മലപ്പുറം റീച്ചിലും അതുപോലെ തന്നെ കോഴിക്കോട് റീച്ചിലും കണ്ടതിന് വളരെ വ്യത്യസ്തമുണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ശരിക്കിരിക്കുക, നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ്. പക്ഷേ ഇതേമാതിരി തന്നെയാണ്, ബെഞ്ച് ടൈപ്പ് തന്നെയാണ് നമ്മളെ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് റീച്ചിലൊക്കെ വന്നിരിക്കുന്നത്. പക്ഷേ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പ്ലെയിൻ അല്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ പോലെ തന്നെ ഇവിടെ നമ്മൾ മറ്റ് സ്ഥലങ്ങളുണ്ടാകുമ്പോൾ അത്ര ഹൈറ്റ് ഇല്ല. നോക്കി നിങ്ങൾ, ഫുട്പാത്ത് താഴ്ന്നിട്ട് തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് ബസ്സിൽ കയറാൻ പറ്റും. മലപ്പുറം റീച്ചിൽ അതുപോലെ തന്നെ നമ്മളെ കോഴിക്കോട് റീച്ചിൽ കുറച്ച് ഹൈറ്റ് കൂടുതലാണ് ഈ ഭാഗങ്ങൾ. നോക്കി, ഇത് താളിപ്പടപ്പ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ, ഊരാളുങ്ങളുടെ റീച്ചാണിത്. ഇവിടുത്തെ ബസ് സ്റ്റോപ്പിൻ്റെ വ്യത്യസ്തങ്ങൾ കണ്ടോളൂ. ഇവിടെ കവറിംഗ് ഒന്നുമില്ല, അത്യാവശ്യം നല്ല ഒതുക്കത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. ജനങ്ങൾക്കൊക്കെ ഇരിക്കാനും അതുപോലെ തന്നെ കയറാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ ഇവിടെ മറ്റേ എന്താ പറയുക, നമ്മൾ വീൽ ചെയറിൽ വന്ന ആളുകൾക്ക് കയറാനുള്ള സൗകര്യമില്ല. പക്ഷെ എന്നാലും ഇവിടുന്ന് നല്ല രീതിയിൽ തന്നെ അവർ താഴ്ത്തി കൊടുത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. മലപ്പുറം റീച്ചിൽ ഇതേമാതിരി ഒരു റാമ്പ് ഇട്ടിട്ടുണ്ട് വീൽ ചെയറിൽ വരുന്ന ആളുകൾക്ക് കയറാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഊരാളുങ്ങളുടെ റീച്ചാണ്, തലപ്പാടി മുതൽ ചെങ്ങള വരെ. അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.